അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയെ കാണാനും സമ്മാനങ്ങൾ നൽകുവാനും വേണ്ടി ഒരുപാട് സ്ത്രീകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഉസ്താദ് പറയും പലപ്പോഴും, നൂർ ഫാത്തിമ, ഇപ്പോൾ നിനക്കാണല്ലോ ഇവിടെ ഫാൻസ് കൂടുതൽ. എൻ്റെ ഫാൻസിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ. നീ വന്നു എന്നറിഞ്ഞപ്പോൾ പലപ്പോഴും നിന്നെക്കുറിച്ച് ചോദിക്കുന്നു. പിന്നെ പലരും ഇങ്ങോട്ട് എത്തുന്നു. നാഫിക്ക, എന്താ ചെയ്യുക, എല്ലാവർക്കും എന്നോട് സംസാരിക്കുന്നത് വലിയൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം ചിലർ വന്നാൽ പോകാറേ ഇല്ല, ഒരുപാട് സമയം ഇങ്ങനെ സംസാരിക്കും. അവരെന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോട് എന്തൊക്കെയോ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ ഇസ്ലാമികമായ രീതിയിലുള്ള പല കാര്യങ്ങളും എനിക്കറിയില്ല. നാഫിക്ക പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചൊന്നും എനിക്ക് വല്ലാതെ അറിവില്ല. അവർ പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിൻ്റെ മാല നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ വന്നിരുന്നു. എന്നിട്ട് എന്നോട് അത് കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചൊല്ലാനും പറയാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് നാഫിക്ക എനിക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ, അതാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇനിയും പഠിക്കാനുണ്ടല്ലേ നാഫിക്ക? അതെ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനറ്റമില്ല. അത് എത്ര പഠിച്ചാലും ഒരിക്കലും തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ നേടുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടില്ല. ഇനിയും എത്രയോ പഠിക്കാനുണ്ട്. ഒരിക്കലും മനുഷ്യനെ മുഴുവനായിട്ട് പഠിക്കുവാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്കിലും നമ്മൾ മാക്സിമം പഠിക്കണം. നമ്മോട് മുത്ത് ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടുക എന്നുള്ളത്. അപ്പോൾ പഠിക്കാൻ പോകണം. എവിടെ ദൂരെ പോവുകയാണെങ്കിലും മാക്സിമം അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആത്മീയമായും ഭൗതികമായും എല്ലാ അറിവും നമുക്ക് വേണം. നിനക്ക് ഭൗതികമായ രീതിയിലുള്ള അറിവുകളൊക്കെ കൂടുതലായിട്ട് അറിയും, പക്ഷേ ആത്മീയമായിട്ടായിരിക്കില്ലേ കുറച്ച്. അത് സാരല്ല, നീ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് 1 വർഷം ആയില്ലല്ലോ. എങ്കിലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എത്രയോ ആളുകൾ വർഷങ്ങളായി ഇസ്ലാമിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് പോലും നീ ചെയ്യുന്ന രീതിയിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ ഇനിയും കഴിവില്ലാത്തവരാണ്. കഴിവില്ലായിട്ടല്ല, ചെയ്യില്ല. അതെ, പലരും. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമ, ഒരിക്കലും ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയല്ല. നിന്നെ എൻ്റെ ഭാര്യയായി കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം എന്താ, മറ്റൊന്നുമല്ല, ശരിക്കും ഒരു ഇസ്ലാമികപരമായ ചുറ്റുപാടിലുള്ള ജീവിതവും കാര്യവും നിൻ്റെ ചിട്ടകളും എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അസൂയ തോന്നാൻ കേട്ടോ. എല്ലാ കാര്യത്തിലും സുന്നത്ത് നിർവഹിച്ചുകൊണ്ടുള്ള നിൻ്റെ ഓരോ കാര്യങ്ങളും അതെല്ലാം നിനക്ക് പടച്ച റബ്ബിൻ്റെ അടുക്കൽ കൂലിയുള്ളതാണല്ലോ. അൽഹംദുലില്ലാ, ഇതുവരെ കഴിഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിലും എൻ്റെ നൂർ ഫാത്തിമ നീ കഴിയണം. എന്നാൽ പടച്ച റബ്ബിൻ്റെ തിരുനോട്ടം നിൻ്റെ മേലിലുണ്ടാകും. നാഫിക്ക, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഇങ്ങനെ തോന്നുകയാണ്. എന്താണെന്നറിയില്ല. ഞാൻ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവപ്പെടുക. എന്തെന്നറിയില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തൊരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഹരം തന്നെയാണ് കേട്ടോ. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടുന്നാണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം മനസ്സിലേക്ക് കടന്നു വരും. അള്ളാഹുവിൽ ലയിച്ചു ചേർന്നാൽ അത് ഒരു മനുഷ്യന് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണിത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാനാകുമ്പോഴേക്കും പ്രതീക്ഷയോടെ നോക്കി നിൽക്കും. എന്താ, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകണമല്ലോ. അതെ, അതിനു വേണ്ടിയിട്ട് വളരെയധികം സന്തോഷമാണ് എനിക്ക് ബാങ്കുലി കേൾക്കുമ്പോൾ. പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് പോവുകയാണല്ലോ നിസ്കരിക്കാൻ, അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് നാഫിക്ക. നൂർ ഫാത്തിമ, ഈമാനുള്ളവരുടെ അടയാളമാണത്. പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിന് വല്ലാത്തൊരു റാഹത്തായിരിക്കും. അതാണ് നിനക്ക് അനുഭവപ്പെടുന്നത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അള്ളാഹുവിൻ്റെ തിരുനോട്ടം നിന്നിൽ ഉണ്ടെന്നാണ് അതിൽ ഞാൻ അർത്ഥമാക്കുന്നത്. നൂർ ഫാത്തിമ, എന്നാൽ ഞാൻ പോയിട്ട് വരാട്ടോ. ഇൻഷാ അല്ലാ, ഇന്ന് മൗലിദ് പാരായണം എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു ടൈം വൈകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഓരോരുത്തരൊരു പള്ളിയിലേക്ക് ഹദിയ ചെയ്യുന്നതും അതൊക്കെ എല്ലാം ആയി വരുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ട് ഓടാൻ പറ്റില്ല. പിന്നെ
പഴയ പോലെയല്ലല്ലോ, ഒരുപാട് ആളുകളൊക്കെ പള്ളിയിൽ വരുന്നതാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ. അങ്ങനെ ആവുമ്പോഴേ ഇൻഷാ അല്ലാ എന്തായാലും എന്നെ നീ കാത്തിരിക്കണ്ട, നീ ഉറങ്ങിക്കോളൂ. പക്ഷേ നൂർ ഫാത്തിമ ഉസ്താദില്ലാതെ ഉറങ്ങാറില്ല. ഉസ്താദ് വന്നതിന് ശേഷം കുറച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഉറങ്ങാറുള്ളത്. അവൾക്ക് അത് വല്ലാത്തൊരു വിഷമമാണ്. ഹേയ്, നാഫിക്ക ഇല്ലാതെ ഉറങ്ങേ, ഇനിയിപ്പോൾ എത്ര കാലം കൂടെ ജീവിക്കാൻ കഴിയും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉള്ള കാലം നല്ല റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് രാത്രി നാഫി ഉസ്താദ് പള്ളിയിലേക്ക് പോയതാണ്. സമയം ഒരുപാടായിട്ടുണ്ട്, പക്ഷേ ഉസ്താദ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നൂർ ഫാത്തിമ ടൈം നോക്കി. ഓ, സമയം ഇത്രയൊക്കെ ആയല്ലോ. അവൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് അതാ ഒരു കോൾ വരുന്നു. അറിയാത്ത ഒരു നമ്പറാണല്ലോ. അവൾ തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ റീപ്ലേ ഒന്നുമില്ല, ഫോൺ കട്ട് ചെയ്തിട്ടുമില്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ അതുവരെ ഇല്ലാത്ത ഒരു ഭയം മനസ്സിലേക്ക് കടന്നു വന്നു. പഠിച്ചോനെ, ആരാണ് ഈ അസമയത്ത്, ഈ രാത്രിയിൽ, അതും എൻ്റെ നാഫിക്ക ഇവിടെ ഇല്ലാത്ത സമയത്ത് ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ടും യാതൊരു റെസ്പോണ്ടൻസും ഇല്ല. അവൾ ഫോൺ കട്ട് ചെയ്ത് അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വീണ്ടും ഇനി ഒരു പക്ഷേ റേഞ്ച് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കുമോ എന്ന് കരുതി നൂർ ഫാത്തിമ അത് ഫോൺ എടുക്കുന്നു. ഹലോ, ആരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. അവൾ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു, പക്ഷേ തൻ്റെ സൗണ്ടെല്ലാം അങ്ങോട്ട് ശരിക്കും കേൾക്കുന്നുണ്ട്. ആ രീതിയിൽ ആരോ തന്നെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സിൽ ആ പഴയ ഭീതി അതാ കൂടി വന്നു. പഠിച്ചോനെ, മനസ്സമാധാനത്തോടെ ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഓരോ കോള് വരുന്നു. പഠിച്ച റബ്ബേ, ഇതെൻ്റെ നാഫിക്ക് അറിയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? ഇപ്പോഴും ഇവൾക്ക് ഇങ്ങനെ വിളിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ എങ്ങാനും തെറ്റിദ്ധരിക്കോ? എനിക്കറിയില്ല റബ്ബേ. പഠിച്ച റബ്ബേ, മനസ്സമാധാനത്തോടുള്ള ജീവിതമായിരുന്നു എൻ്റെ എക്കയുടെ കൂടെ. ഇപ്പോഴിതാ വീണ്ടും അതിൽ കല്ല് വാരിയിടാൻ ആരൊക്കെയോ വരുന്നു. സത്യമായിട്ടും എനിക്ക് ഒരാളെ മാത്രമാണ് സംശയമുള്ളത്. പഠിച്ചോനെ, പല രീതിയിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണാവോ അടുത്ത പ്ലാനിങ്? നൂർ ഫാത്തിമയുടെ സമാധാനം നഷ്ടപ്പെട്ടു. അവൾ സങ്കടത്തോടെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹുവേ, എനിക്കെൻ്റെ നാഫിക്കയുടെ കൂടെ റാഹത്തോടു കൂടെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പഠിച്ചോനെ, ഇനി ആരും എൻ്റെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലേ റബ്ബേ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. വീണ്ടും തൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. പക്ഷേ മറുപടി ഒന്നുമില്ല. എന്തായാലും നാഫിക്കയോട് പറയാം. അന്ന് രാത്രി നൂർ ഫാത്തിമയ്ക്ക് ഉറക്കം വന്നില്ല. നാഫിക്ക വന്നിട്ടുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉസ്താദ് വരുന്നുണ്ട്. ഫോണിലേക്ക് ഒന്ന് ബെല്ലടിക്കും. അങ്ങനെയാണ് ഉസ്താദ് ചെയ്യാറുള്ളത്, അല്ലാതെ കോളിംഗ് ബെൽ അമർത്താറില്ല. നൂർ ഫാത്തിമയുടെ കയ്യിൽ തന്നെ ഫോണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതറിഞ്ഞു. അവൾ വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്താ പെണ്ണെ, നിൻ്റെ മുഖത്ത് ഒരു വെപ്രാളം? ഹേയ്, ഒന്നുമില്ല ഉസ്താദേ. അതല്ല, എന്തു പറ്റി? മറ്റത് ഭയങ്കര ഹാപ്പിയോടെ ചിരിച്ച മുഖമായിരിക്കുമല്ലോ, ഇന്നെന്തു പറ്റി? ഒന്നുമില്ല. വല്ല പ്രോബ്ലം? എന്തെങ്കിലും പെയിൻ വല്ലതും ഉണ്ടോ? ഹേയ്, അതൊന്നുമില്ല. എന്നാലും എന്താ, എന്നോട് പറയോ? നാഫിക്ക, എൻ്റെ ഫോണിലേക്ക് 2-3 തവണ ഒരു കോൾ ഇങ്ങനെ വരികയാണ്. പക്ഷെ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് അത് ഒന്നും മിണ്ടുന്നില്ല. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയൊന്നുമില്ല. 2-3 തവണയും ഇതുതന്നെയാണ്. അത് കേട്ടപ്പോൾ നാഫി ഉസ്താദിൻ്റെ മുഖമങ്ങ് വല്ലാതെയായി. വളരെയധികം സന്തോഷത്തോടെ റാഹത്തോടെ തൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് വന്ന നാഫി ഉസ്താദിന് ശരിക്കും വല്ലാത്ത ഒരു സങ്കടമാണ് ഉണ്ടായത്. നൂർ ഫാത്തിമ, നീ വിഷമിക്കണ്ട. നീ ഇതിനെ സങ്കടപ്പെടുന്നത്? എവിടെ നോക്കട്ടെ ആ നമ്പർ. ഉസ്താദ് ആ ഫോണിൽ നിന്ന് തന്നെ അതാ തിരിച്ചു വിളിക്കുന്നു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഉസ്താദ് സങ്കടത്തോടെ നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി. നൂർ ഫാത്തിമ, വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നൽ.
എന്തിനാണ് റബ്ബേ ഞങ്ങളെ അകറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തിനാ പഠിച്ചവനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കുന്നത്? മനസ്സമാധാനം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. നാഫിക്ക തൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് വീണ്ടും വിളിക്കുന്നു. ഫോൺ ഒന്ന് റിങ് ചെയ്തു. അപ്പോഴേക്കും താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വാക്കുകളാണ് കേട്ടത്. ഉസ്താദിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. സന്തോഷത്തോടെ വന്ന ഉസ്താദിന് വളരെയധികം ദുഃഖമാണ് അന്നുണ്ടായത്. നൂർ ഫാത്തിമയുടെ മനസ്സിലും ഭയങ്കര ടെൻഷനാണ് ഉണ്ടായത്. പക്ഷേ ഈ പ്രാവശ്യം നൂർ ഫാത്തിമ ഒന്നും മറച്ചു വെച്ചില്ല, എല്ലാം പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അറബിയമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ അറബിയമ്മക്കാവും എന്നുള്ള വിശ്വാസത്തിൽ അവൾ ഉസ്താദിനോട് പറഞ്ഞു. പക്ഷേ ഉസ്താദിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമാണ് ഉണ്ടായിരുന്നത്. അന്നൊരിക്കൽ അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അന്ന്. എൻ്റെ നൂർ ഫാത്തിമയുടെ മുഖത്ത് നോക്കാനോ അവളോടൊന്ന് മിണ്ടുവാനോ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. പഠിച്ച റബ്ബേ, എൻ്റെ പെണ്ണ് നല്ല ഈമാനുള്ള പെണ്ണാണ്. അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നീ കൊടുക്കലേ അല്ലാ. നൂർ ഫാത്തിമ, നമ്പറിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനൊന്നും ഒരു പണിയുമില്ല. നാഫിക്ക, വേണ്ട, അതൊന്നും കണ്ടുപിടിക്കാൻ പോവണ്ട. അതെന്താ? അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ ശരിയാവില്ലല്ലോ. വേണ്ട നാഫിക്ക, നിങ്ങളൊന്നിനും ഇടപെടേണ്ട. ഹേയ്, നീ അത് പറയരുത്. എൻ്റെ പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ആരുടെയോ അടുക്കൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കില്ല. അതിന് നടപടി ഉണ്ടാക്കണം. നാഫിക്ക, ഒരിക്കലും അതിന് നിൽക്കണ്ട. അത് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഇനി ഒരിക്കലും വിളിക്കില്ലായിരിക്കും. നിൻ്റെ സൗണ്ട് കേൾക്കാൻ എന്താ ഇത്ര ആഗ്രഹം? ആർക്കാണ് ഇത്ര ആഗ്രഹം നിൻ്റെ സൗണ്ട് കേൾക്കാൻ? ഒരിക്കലും നിൻ്റെ ശബ്ദം ഒരാളും കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ നൂർ ഫാത്തിമ. തിരിച്ചൊന്നും പറയാതെ നീ ഹലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേൾക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ട്. ഒരിക്കലും ഇനി ആ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എൻ്റെ നൂർ ഫാത്തിമ എടുക്കരുത്. നാഫിക്ക, അതിന് ആ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ഞാൻ എടുക്കില്ല. ഓക്കെ, പക്ഷേ പിന്നീട് വേറെ നമ്പറിൽ നിന്നാണല്ലോ. അതൊന്നും എടുക്കണ്ട. അത്യാവശ്യമായിട്ട് നിനക്ക് സംസാരിക്കാനുള്ളത് നിൻ്റെ മമ്മയോടും പപ്പയോടും എൻ്റെ ഉമ്മയോടും അറബി ഉമ്മയോടും മാത്രമല്ലേ? അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. നിൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ വിളിക്കാറുണ്ടോ? ആ, വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെയാണ് താമസം എന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോകണം. നമ്മളെ ഒരുപാട് അവരുടെ കൂടെ ജോലി ചെയ്തതല്ലേ, അപ്പോഴേ നമുക്കൊന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞിരുന്നു. നാഫിക്കയോട് ഞാൻ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നൂർ ഫാത്തിമ, എല്ലായിടത്തേക്കും വിടാൻ എനിക്ക് സമ്മതമായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് ഭയമാണ്. എൻ്റെ പെണ്ണിനെ ആരെങ്കിലും ചതിയിൽപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാഫിക്ക, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ചതിയിലും പെടില്ല ഒരിക്കലും. ഇൻഷാ അല്ലാ, നോക്കട്ടെ. അതിനൊക്കെ ഒരു സമയം ഞാൻ പറയാം. അതല്ലാതെ നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ ഭയമാണ്, സേഫ്റ്റി ഇല്ലാതെ. അത്രക്കും. നാഫിക്ക എന്തിനു ഭയക്കുന്നത്? ഇവിടെ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. പിന്നെന്താ? പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും സാറായിരുന്നു. അത് എല്ലാം നല്ല നല്ല ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിരുന്ന ആ സാറിനെയും ഒന്ന് കാണണം. ആ, അതൊന്നും കുഴപ്പമില്ല, ഗുരുനാഥനല്ലേ, അവരെയൊക്കെ പോയി കാണണം, അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങണം. എന്നാലും ശ്രദ്ധിക്കണം. നാഫിക്ക, നിങ്ങളും എൻ്റെ കൂടെ വരണം. എന്നാൽ എനിക്ക് ഡോക്ടറെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ. അതൊന്നും വേണ്ട പെണ്ണേ, ഞാനവിടെ പുറത്തു നിന്നോളാം. നീ പോയിട്ട് നിൻ്റെ ഗുരുനാഥനെ കണ്ട് സംസാരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. നാഫിക്ക, നിങ്ങളെ കാണുമ്പോഴേ ഡോക്ടർക്ക് സന്തോഷമാകും, അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഡോക്ടർ നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നീ എന്ത് പറയും? നാഫിക്ക, ഞാൻ അഭിമാനത്തോടെ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും സ്വീകാര്യവുമായ എല്ലാ കാര്യത്തിലും സേഫ്റ്റിയുള്ള മതം അത് ഇസ്ലാമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട മതം സ്വീകരിച്ചു എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ, നമുക്ക് പോകാം കേട്ടോ. നീ വിഷമിക്കണ്ട. നിൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ അല്പസമയം ചെലവഴിക്കാനും അതിനൊക്കെ ഞാൻ അനുമതി നിനക്ക് തന്നിരിക്കുന്നു. പക്ഷേ എൻ്റെ നൂർ ഫാത്തിമ, എപ്പോഴും എൻ്റെ പെണ്ണ് നിഖാബ് ധരിച്ചിരിക്കണം കേട്ടോ. അതുള്ള എനിക്ക് നിർബന്ധം, വേറെ ഒന്നുമില്ല. അതെല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഓപ്പൺ ആക്കരുത് നിൻ്റെ ആ ഫേസ്. അതെനിക്ക്
വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാഫിക്ക, ഹേയ്, ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഈ പരിശുദ്ധമായ എൻ്റെ വസ്ത്രം ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. ഇതെനിക്ക് വളരെയധികം സേഫ്റ്റിയാണ് പല കാര്യങ്ങളിലും. അതെ, അതാണ് എൻ്റെ പെണ്ണെ ഞാൻ പറഞ്ഞത്. ആ രാത്രി നൂർ ഫാത്തിമ ഉസ്താദും സംസാരിച്ചുകൊണ്ട് കിടക്കുന്നു. പക്ഷേ ഉസ്താദിന് എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. എന്നാലും എൻ്റെ പെണ്ണിനെ ഇനിയും ആരോ തട്ടിയെടുക്കുവാൻ വേണ്ടി നിൽക്കുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരികയാണല്ലോ റബ്ബേ. എന്താ റബ്ബേ, എനിക്ക് സമാധാനമില്ല. ആ രാത്രി ഉസ്താദിന് ശരിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ അപകടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ തട്ടിയെടുക്കുവാൻ ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉസ്താദിന് വളരെയധികം ഭീതി ഉളവാക്കി. പടച്ച റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. എൻ്റെ പെണ്ണിനെ ഒരു പോറൽ പോലും ഉണ്ടാകുന്നത് എനിക്കിഷ്ടല്ല. അവളുടെ ജീവിതം വളരെയധികം സന്തോഷത്തിലായിരിക്കണം, റാഹത്തിലായിരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബേ, കാത്തുരക്ഷിക്കണേ. ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ല അല്ലാ. ഉസ്താദ് മനം നൊന്ത് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ, നാളെയാണ് നൂർ ഫാത്തിമ അവളുടെ സാറിനെ കാണുവാൻ വേണ്ടി പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ നാളെ കേൾക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.